നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി രാഗേഷാണ് മരിച്ചത്. രാഗേഷ് 85% പൊള്ളലേറ്റിരുന്നു. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17 ആയി. എടപ്പാൾ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഇന്നലെ മരിച്ചിരുന്നു. വെടിക്കെട്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീശനും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയിരുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിൽ ഏപ്രിൽ 21-ാം തീയതിയാണ് വൻ സ്ഫോടനമുണ്ടായത്. വലിയ സ്ഫോടന ശബ്ദം കിലോമീറ്ററുകൾക്കപ്പുറവും കേട്ടു. വെടിക്കെട്ട് ശാല പ്രവർത്തിച്ചതിന് സമീപത്തെ പാടശേഖരത്തിന്റെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. 500 മീറ്റർ അകലെ വരെ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണിരുന്നു. തൃശൂർ പൂരത്തിന് അല്പസമയത്തിനകം സമാപനമാകും. പറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ 36 മണിക്കൂർ നീണ്ടുനിന്ന പൂരാഘോഷത്തിന് സമാപനമാകും. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 16-നാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കുകയും കുടമാറ്റം 15 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ചരിത്രപ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. യുദ്ധത്തിന് തടസ്സം നേരിടാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തും. 1 മണി മുതൽ 3:30 വരെ ആൽത്തറ കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ആൽത്തറ മേളം അരങ്ങേറും. പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം കുട്ടിനാരായണൻ പ്രമാണിത്വം വഹിക്കും. ഉച്ചയോടെ തട്ടകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആനയും വാദ്യമേളങ്ങളുമായി എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. വൈകിട്ട് പ്രാദേശിക പൂരങ്ങൾ 3:30 മുതൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ആനകൾ അണിനിരക്കും. പാണ്ടിമേളം തുടങ്ങുന്നതിനിടെ കാളി ദാരികർ ക്ഷേത്രത്തിലെത്തും. തേരിലേറി ക്ഷേത്രത്തിലേക്ക് പട നയിക്കുന്ന കാളിയും ദാരികരും മതിലകത്ത് വാക്പോര് നടത്തും. പേടിച്ചോടുന്ന ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികരും പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികരും വാക്പോര് തുടങ്ങും. പേടിച്ചോടുന്ന ദാരികനെ കണ്ടെത്തി വധിക്കുന്നതിന് സമാനമായി ദാരികാ കിരീടവുമായി കാളി ആൽത്തറയിലേക്ക് മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനമാവുക. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി അങ്ങാടി മോർ അത്താനാസിയോസ് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തി. ഞായറാഴ്ച അരിമ്പൂർ ടൈറ്റസ് ഡേവിഡിന്റെ ഭവനത്തിൽ നടന്ന വാർഷികം ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കൂബ് പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി CU ശലമോൻ അധ്യക്ഷനായി. ഓമന ജോസ് റിപ്പോർട്ട് വായിച്ചു. സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു നോബി, ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു. 2026-27 വർഷത്തിലേക്ക് പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ഓമന ജോസ്, സെക്രട്ടറി ഗീവർ സൈമൺ, ജോയിന്റ് സെക്രട്ടറി ജേസൺ ചീരൻ, ട്രഷറർ വിൽസൺ പുലിക്കോട്ടിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി CB ജോബ്, പ്രമീള ജേസൺ, എൽനി സണ്ണി, റെന്നി, ബിൻഷ ബിജോയ് എന്നിവരെ തെരഞ്ഞെടുത്തു. ലേലം വിളി, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് കാദ്രിയ പള്ളിക്ക് സമീപം ലോറിക്ക് പുറകിൽ ബൈക്ക് ഇടിച്ച അപകടം. വയനാട് സ്വദേശിയായ യുവാവ് മരിച്ചു. വയനാട് കേണിച്ചിറ സ്വദേശി നീറം തറപ്പേൽ കരുണാകരൻ മകൻ 28 വയസ്സുള്ള അജയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജയെ അകലാട് 3 VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.